ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന കഥ പറയിപെറ്റ പന്തിരുകുലത്തിൽ വടുതല നായർ ജനിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പറയിപെറ്റ പന്തിരുകുലമാണ്. അപ്പോൾ ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് വീണ ബുക്ക് ഹൗസ്, തിരുവനന്തപുരം. കഥയിൽ ചോദ്യമില്ല, നമുക്ക് കേൾക്കാം. വടുതല നായർ ജനിക്കുന്നു. പഞ്ചമിയുടെയും വരരുടെയും കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദുർഘടമായ പ്രതിബന്ധങ്ങളെ ആദ്യന്തം ലാഘവത്തോടെ വരരുചി തരണം ചെയ്തു. ഭാര്യാസമേതമുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര നൂതന സംഭവങ്ങൾക്ക് വഴിതെളിച്ചു. കർത്തവ്യനിരതരായ മിഥുനങ്ങൾ യാത്രാക്ലേശം വകവയ്ക്കാതെ മധ്യകേരളത്തിൻ്റെ നെറുകയിൽ പദമൂന്നി. വീണ്ടും അവർ മതിമോഹന ശുഭ ഭാവനകൾ വിരിഞ്ഞ മധ്യകേരളത്തിലെ മാമലയോരങ്ങളുടെയും മനസ്സ് നിറയെ കിനാവ് പെയ്യുന്ന സസ്യ ലതാദി ഫല ശൂന്യങ്ങളുടെയും പുഷ്കല കാന്തി കണ്ടു. കോമള കേരളത്തിൻ്റെ കോണുകളിൽ തിര്യക്കുകളെ പോലെ ചോര കുഞ്ഞുങ്ങളെ നിർദ്ദയം ഉപേക്ഷിച്ചു പോയ അച്ഛനമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇനിയുള്ള നാളുകളെക്കുറിച്ച് ചിന്തിച്ചില്ല. നാഗരികതയുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് പ്രതീക്ഷകളുടെ ദന്തഗോപുരങ്ങൾക്ക് ഉള്ളിലിരുന്ന് അവർ ചിന്താസരണിയിൽ മുഴുകും. ചെയ്തുപോയ തെറ്റ് പ്രായച്ചിത്തമെന്നോണം പഞ്ചമിയുടെ കണ്ണുകൾ നനയും. അച്ഛൻ, അമ്മ തുടങ്ങി കുടുംബ ബന്ധച്ചരടിലൂടെ ഒന്നാകേണ്ടവർ എല്ലാ കുരുക്കുകളും പൊട്ടിച്ചെറിഞ്ഞ് അസ്ഥിരമായി ജീവിതത്തിൻ്റെ നടപ്പാതകൾ താണ്ടിക്കൊണ്ടേയിരുന്നു. അനഭിഗമ്യങ്ങളായ യാഥാർത്ഥ്യങ്ങളുടെ വെൺമേഘ തേജസ്സിൽ അവർ ആകൃഷ്ടരായില്ല. അനന്തമായ വ്യഥയുടെ ആഴപ്പരപ്പുകളിൽ മുങ്ങിപ്പോകാതെ അവസരോചിതമായി അവർ ജീവിത നൗക തുഴയുകയായിരുന്നു. ബന്ധിതമായ സ്നേഹത്തിൻ്റെ നൂൽച്ചരടിൽ തൂങ്ങിയുള്ള പദയാത്ര പാവനമായ എത്രയോ സ്ഥലങ്ങൾ അവർക്ക് ദർശനം നൽകാൻ വഴിയൊരുക്കി. കാലം വരച്ചു കാണിച്ച വഴികളിലൂടെ ആ ദമ്പതിമാർ വിശാല ലോകത്തെ ലക്ഷ്യമാക്കി നടന്നു. പൂർണ്ണമായ വിശ്രമത്തിന് വേണ്ട ജീവിതഭാരം ലഘൂകരിക്കാൻ ഈശ്വര പ്രാർത്ഥനയാണ് മുഖ്യമെന്ന് കണ്ട് അവർ എല്ലാ അർത്ഥത്തിലും ദൈവത്തെ വണങ്ങി. ഉൾപ്പുളകത്തോടെയുള്ള സഞ്ചാരത്തിനിടയിലെ ദൃശ്യങ്ങളാൽ പൊയ്പോയ കാലത്തിൻ്റെ ദുഃഖസ്മരണ മറച്ചു വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞു. എങ്കിലും തങ്ങളുടെ യാത്രക്കിടയിൽ വന്നു ചേരുന്ന അനുഭവങ്ങൾ, ദൃക്സാക്ഷികൾ, എല്ലാത്തിലും ഉപരി മുന്നിലും പിന്നിലും കടന്നു പോകുന്ന പിഞ്ചു കുട്ടികൾ, അച്ഛനമ്മമാരുടെ തണലിൽ വളരുന്ന പൈതങ്ങളുടെ മുഖ തേജസ് അവർ ശ്രദ്ധിച്ചു. ആരോരുമില്ലാതെ അനാഥ ഗേഹങ്ങളിൽ അന്തിയുറങ്ങുന്ന അരുമക്കിടാങ്ങളുടെ ആവലാതികൾ കേൾക്കാനെങ്കിലും അവകാശമില്ലാതെ പോയ ഒരമ്മയുടെ ആർദ്രശോകം വരരുചി പഞ്ചമിയുടെ മുഖകമലത്തിൽ കണ്ടു. സ്വാർത്ഥമോഹിയായ വരരുചിയുടെ പിതൃത്വം ധ്വംസിക്കപ്പെട്ടിരിക്കുന്നു. പഞ്ചമിയുടെ മക്കൾ ജാരസന്തതികളാണെന്ന് വരും തലമുറ വ്യാഖ്യാനിക്കുമോ? ഒരു മഹാപണ്ഡിതന്റെ പതനം. ഇതിലപ്പുറം എന്തിരിക്കുന്നു? മൂകനായ വരരുചിയുടെ വിഷാദ ചിന്തകൾ പെറ്റമ്മയുടെ നഷ്ടദുഃഖത്തേക്കാൾ വിഭിന്നമല്ലായിരുന്നു. ഹിമബിന്ദുക്കൾ പതിഞ്ഞ പാഴ്പുൽച്ചെടികളിൽ സൂര്യസ്പന്ദനം ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദീപ്ത സൗന്ദര്യം പോലെ എല്ലാ ദുഃഖങ്ങളും അടക്കി അവർ ചിരിക്കാൻ ശ്രമിച്ചു. ഇടതെറ്റാതെയുള്ള വർഷകാലാഗമ വസന്തോത്സവങ്ങൾ ഋതുക്കളുടെ ഭാവദേശാടകരിലും ഭാവങ്ങൾ മെനഞ്ഞു. താരും തരളും കൊണ്ട് പുഷ്പിതമാകുന്ന കാലത്തിൻ്റെ നിഷ്കാമ വികൃതികൾ എല്ലാം കണ്ടും കേട്ടും അവർ ജീവിതവ്യത ലഘൂകരിച്ചു. ദുഃഖത്തിൽ ആളിക്കുന്ന മനസ്സിലെ സംഘർഷം അപാരതയിലേക്ക് നയിച്ചു. ഏകാന്ത ചിന്തകൾ അവരിൽ പുതുമകൾ വിരിയിച്ചു. ക്ഷീണവും വ്യഥയും വിട്ടകന്ന പഞ്ചമി തൻ്റെ കണവൻ്റെ കാലടികളെ പിന്തുടർന്നു. കാലം ദുഃഖം മറച്ചു. സന്തോഷത്തിൻ്റെ അലകൾ പ്രപഞ്ചത്തിന് സംഭാവന ചെയ്യുന്ന മന്ദ സമീരണന്റെ സ്പർശനമേറ്റ് പൂക്കൾ വിടർന്നു. അതുകണ്ട് അവരിൽ ഉന്മാദമുണർന്നു. മൂക്കിൽ ഇരച്ചു കയറുന്ന സൗരഭ്യം ആ ദമ്പതികളെ വികാര തരളിതരാക്കി. കോരിച്ചെരിയുന്ന മഴയിൽ കുളിരല പുൽകിയ മനസ്സുമായി അവരൽപ്പം കൂടി നടന്നു. പൊട്ടക്കുളം താണ്ടി പൂവണി പടർപ്പുകൾക്കിടയിലൂടെ ചെന്നവസാനിക്കുന്ന ഊടുപാത പിന്നിട്ടവർ നടന്നു. മോഹപുഷ്പങ്ങൾ പൂത്തലഞ്ഞു നിൽക്കുന്ന ഒരു നന്ദനോദ്യാനം, മൂക്കത്തിരച്ചു കയറുന്ന പുഷ്പസുഗന്ധം വഹിച്ചുകൊണ്ടുള്ള മന്ദ സമീരണൻ അവർക്ക് കുളിരേകി. പാലുപോലുള്ള നിലാവിൽ കുളിച്ചു നിൽക്കുന്ന പൂന്തോട്ടം അന്തിയുറക്കത്തിന് ഉചിതമായി ഇടം കണ്ടപ്പോൾ വരരുചി പുൽത്തകടിയിൽ
തുണി വിരിക്കാൻ ഭാര്യയോട് പറഞ്ഞു. എന്തൊരു സുഗന്ധം! വരരുചി പഞ്ചമിയെ തന്നോടടുപ്പിച്ചു കിടത്തി. ഏകാധിപതിയായ തൻ്റെ മനോസാമ്രാജ്യത്തിലെ മഹാറാണിയായ പഞ്ചമിയെ അദ്ദേഹം ആർത്തിയോടെ ചുംബിച്ചു. സ്വന്തം പുരുഷന്റെ സ്പർശന സുഖമറിഞ്ഞപ്പോൾ പഞ്ചമിയുടെ ദുഃഖം ഓടിമറഞ്ഞു. നാഥന്റെ ഇംഗിതത്തിന് വശംവതയാകുന്ന സ്വഭാവം പഞ്ചമിയെ ഭർതൃകാമ ലീലാകേളിയിലേക്ക് ആനയിച്ചു. പൊട്ടിവിടരുന്ന മാദക വികാരങ്ങൾ അവരെ പുളകം കൊള്ളിച്ചു. പ്രേമസല്ലാപങ്ങൾ തിരിച്ചാടുന്ന രണ്ട് ഹൃദയങ്ങൾ ഒന്നായി. ഇത് സുരഭിലയാമമാണ്. സന്താനയോഗം കാണുന്നു. ഉത്തമ ലക്ഷണമുള്ള പുത്രൻ നീ അമ്മയാകാൻ പോകുന്നു. ഉത്ഭവിക്കാൻ പോകുന്ന സന്തതി കീർത്തിമാനാകുമെന്ന് രാശിഫലം പറയുന്നു. കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അവൻ നമ്മുടെ യശസ് നിലനിർത്തും. അവൻ്റെ നാമം രാജ്യവ്യാപകമാകും. പഞ്ചമി വരരുചി ദമ്പതിമാർ മരാള മിഥുനങ്ങളെപ്പോലെ മനസ്സ് പങ്കുവച്ചു. ചേക്കേറുന്ന പക്ഷികളെയും ചേരാടുന്ന സർപ്പങ്ങളെയും ഓർപ്പിക്കുമാറുള്ള അവരുടെ ലൈംഗിക വികാര രൂപപ്രകടനങ്ങൾക്ക് മൂകസാക്ഷിയായി ആ നന്ദനോദ്യാനം ലജ്ജാശീതളയായി നോക്കി നിന്നു. മുക്തയാമങ്ങളെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള കേളിവിലാസങ്ങൾ കഴിഞ്ഞവർ മയങ്ങി. പുള്ളുകൾ ഉറങ്ങുകയും പൂങ്കോഴി ഉണർത്തുകയും ചെയ്തു. പതിവ് തെണ്ടലിനു വേണ്ടി ഭാണ്ഡവം പേറി ഇരുവരും ഇടം വിട്ടു. ഇരുളും വെളിച്ചവും മാറി മാറി പ്രതിഫലിക്കുന്ന ജീവിതദർപ്പണത്തിൽ ആ മുഖങ്ങൾ തെളിഞ്ഞു. കർത്തവ്യബോധത്തോടെ ദിനപാതയിലൂടെ അവർ നടന്നു നീങ്ങി. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ പഞ്ചമിയിൽ വീണ്ടും ഗർഭലക്ഷണം കണ്ട ഭർത്താവിൻ്റെ ഉള്ളിൽ തീ പടർന്നു. അമ്മയാകാനുള്ള ആവേശം കെട്ടടങ്ങാത്ത പഞ്ചമിയും ഹൃദയം ആനന്ദം കൊണ്ടു. കുഞ്ഞിനെ പ്രസവിക്കാനും വളർത്താനുമുള്ള സ്ത്രീസഹജമായ അഭിനിവേശം പഞ്ചമിയുടെ മുഖത്ത് പ്രതിഫലിച്ചു. പൂർണ്ണ ഗർഭിണിയായതോടുകൂടി അലഞ്ഞു നടപ്പ് അവസാനിപ്പിക്കാൻ ഭർത്താവിനോട് പറഞ്ഞു. ലോകമേ തറവാട് എന്ന് ചിന്തിച്ചു നടന്ന വരരുചിയിൽ പഞ്ചമിയുടെ അഭ്യർത്ഥന മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. കൂടുതൽ നടക്കുന്ന ഗർഭിണികൾക്ക് നല്ലതാണ്, സുഖപ്രസവം ഉണ്ടാകും. വരരുചി പറഞ്ഞു. അനുസരിക്കാൻ മാത്രം ശീലിച്ച ഭാര്യയുടെ ഉദാത്ത മനസ്സിൽ കഴിഞ്ഞുപോയ കാലങ്ങളിലെ കയ്ക്കുന്ന ഓർമ്മകൾ പെരുകി. വയറൊഴിക്കാൻ വെള്ളയിടവും കണ്ടിട്ടുണ്ടോ? പഞ്ചമി ഭർത്താവിനോട് തിരക്കി. ആ ചോദ്യവും അതിനുള്ള ഉത്തരവും നിരാശാജനകമായിരുന്നു. പാമരം നഷ്ടപ്പെട്ട തോണിയിലാണ് നമ്മൾ. ഒടുവിൽ അടുക്കുന്ന ഇടമാണ് കര. കരയിൽ കയറി തലചായ്ച്ചാൽ അത് വീടായി. അവിടം വിടുമ്പോൾ നമുക്കിവിടം അന്യമാകും. ചില്ലിട്ട് സൂക്ഷിച്ച മോഹങ്ങൾ വരരുചിയുടെ കാരിരുമ്പ് പോലെയുള്ള മനസ്സിൽ തട്ടിച്ചിതറുമ്പോൾ ഒരു മിന്നാമിനുങ്ങിൻ്റെ പ്രഭ മാത്രമേ പഞ്ചമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചമി മിന്നി മിന്നി ലോപിക്കുകയായിരുന്നു. ഒരു ചാറ്റൽ മഴയുടെ കോളുണ്ട്. തൽക്കാലം ഇവിടെ തങ്ങാം. രണ്ടു വലിയ കത്തൂണുകൾ നാട്ടിയ കല്ലുകൊണ്ടുള്ള മേലാപ്പിട്ട വഴിയമ്പലത്തിൽ ഭാര്യയെ കൊണ്ടിരുത്തി വരരുചി പറഞ്ഞു. പഞ്ചമി തുണി വിരിച്ചു കിടന്നോ? ഞാൻ വെള്ളം കൊണ്ടുവരാം. അന്തിക്കുളിക്ക് നിനക്കാവില്ലല്ലോ. ഞാൻ കുളിച്ചു വരട്ടെ, നീ വിശ്രമിച്ചോളൂ. കാലങ്ങളെ അനുഭവിക്കുന്ന പ്രസവവേദന പഞ്ചമിയെ തട്ടി ഉണർത്തി. വയറു തരിച്ചു, നടുവ് തരിച്ചു, നെഞ്ചു തരിച്ചു. ഈറ്റില്ലമായി മാറുന്ന വഴിയമ്പലത്തിൻ്റെ മേൽത്തട്ടിൽ കണ്ണൻ തട്ട് ശോകചിത്തയായിരുന്ന പഞ്ചമിക്ക് പെട്ടെന്ന് പേറ്റുനോവ് വന്നു. അടിക്കടിയുള്ള നോവ് അറിഞ്ഞ പഞ്ചമി മനസ്സുകൊണ്ട് പറഞ്ഞു, ഇവൻ ആണ് തന്നെ. പുറത്തു വരാനുള്ള അവൻ്റെ വ്യഗ്രത ഒരു പക്ഷേ അച്ഛനെത്തുന്നതിന് മുൻപ് ആകാൻ ഇടയുണ്ട്. അയ്യോ ഓ! പഞ്ചമി മുക്കുന്നു, ഉരുളുന്നു. എത്തിപ്പിടിക്കാനാവാത്ത വൃക്ഷ ശിഖരത്തിൽ എന്ന പോലെ പരസഹായത്തിനായി പഞ്ചമി ചുറ്റും കണ്ണയച്ചു. അവൾ മെല്ലെ വിളിച്ചു, പിന്നെ ഉച്ചത്തിൽ വിളിച്ചു. അയ്യോ, ഓടി വരണേ, എനിക്ക് സഹിക്കുന്നില്ലേ. അവൾ പിന്നെയും വിളിച്ചു കരഞ്ഞു. സന്ധ്യാദീപം കൈകൂപ്പി കീർത്തന ശ്ലോകം ഉരുവിട്ടുകൊണ്ട് വഴിയമ്പലത്തിലെത്തവേ വരരുചി ഭാര്യയുടെ നിസ്സഹായാവസ്ഥയിലുള്ള പ്രസവരോധനം കേട്ടു. പിന്നെ വരരുചിയുടെ പാദങ്ങൾ മുന്നോട്ട് ചലിച്ചില്ല. ആ വിപ്രൻ ഉറക്കെ വിളിച്ചു, പഞ്ചമീ, വേദന പെരുത്തോ? കുട്ടി പിറക്കാൻ കാലമായി. എനിക്ക് സഹിക്കുന്നില്ല. ഒന്ന് വരണേ, ഒരു ബലം തരണേ. നിനക്ക് ബലം നീ തന്നെ. ദൈവത്തെ വിളിക്കൂ, അത് തന്നെ ശക്തി. പഞ്ചമി ഉറക്കെ വിളിച്ചു. ഈശ്വരാ! അന്തരീക്ഷത്തെ മുഖരിതമാക്കിക്കൊണ്ട് ഒരു കഠോര ശബ്ദം ഉയർന്നു. അമ്പലത്തിന് സമീപം നിന്ന ഒരു പീലി വാഗമരം കടപുഴകി നിലത്ത് വീണു. ഒപ്പം ഒരു കുഞ്ഞിൻ്റെ കരച്ചിലും. വരരുചി പഞ്ചമിയെ വിളിച്ചു. പഞ്ചമി വിളി കേട്ടു. പ്രസവം കഴിഞ്ഞു. എന്നാൽ എണീറ്റ് പോരെ. അച്ഛനെ കുഞ്ഞിനെ കാണണ്ടേ? അമ്മ കണ്ടല്ലോ, ആൺകുഞ്ഞാണ്. അത് നല്ലത് തന്നെ. നീങ്ങി പോരെ. അവന് കൂടെ എടുത്തോട്ടെ. അവനെ എടുക്കാൻ ആൾ വരും. നമുക്ക് പോകണം. നീ വേഗം എണീറ്റ് വരിക. മാനം മുട്ടി മോഹങ്ങൾ വിരചിച്ച വരരുചി നക്ഷത്രപ്പന്തലിൽ വിശ്രമിക്കുകയാണെന്ന് സ്വയം കരുതി. കളേബരത്തിൻ്റെ കാതലായ പ്രീതി തിരയുന്നതിനിടയിൽ തൻ്റെ നഷ്ടസ്വപ്നങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഭൂതകാലങ്ങളിലേക്ക് ഓടിപ്പോയി.
ഒരു നല്ല നാളെയെ ഓർമ്മ മനസ്സിൽ വെള്ളാമ്പൽ പൂ വിരിയിച്ചു. ശശാങ്കൻ്റെ പ്രതീക്ഷകളുമായി സാമീപ്യത്തിന് മോഹിക്കുന്ന കൈരവങ്ങൾ കഥാപുരുഷൻ്റെ ചിന്താസരണിയിൽ ഓടിയെത്തി. ഇഷ്ടപുരുഷനെ സ്വന്തമാക്കാനാവാൻ നഷ്ടപ്പെട്ട വികാരങ്ങളുടെ ഊടുപാത തേടുന്ന ഒരു കേരളീയ വിഭാഗം സ്ത്രീകളുടെ മനോമുകുരത്തിൽ തെളിയുന്ന പ്രതിബിംബങ്ങൾ തൻ്റെ നീണ്ട യാത്രയിൽ വരരുചി നേരിൽ കണ്ടു. അതൃപ്ത കാമിനികളുടെ കഥയറിയാൻ തിടുക്കം കൂട്ടുന്ന പുരുഷൻ സ്വന്തം കളത്രത്തിൻ്റെ ദുഃഖത്തീ കാണുന്നില്ല. പഞ്ചമിയും ഈ വർഗത്തിലെ ഒരു കഥാപാത്രം തന്നെയല്ലേ? സമ്മിശ്ര വികാരങ്ങളാൽ വീർപ്പുമുട്ടിയ വരരുചി ഒരു സാന്ത്വനത്തിനു വേണ്ടി ആകാശപ്പരപ്പിലേക്ക് കണ്ണോടിച്ചു. അതാ ദിവ്യ സന്ദേശം ഉരുവിട്ടുകൊണ്ട് വനദേവതമാർ വരരുചിക്ക് അഭിവാദനം ഏകുന്നു. അവൻ കരയുന്നു. വരരുചി ഉറക്കെ വിളിച്ചു. പഞ്ചമി! ക്ഷുഭിതനായ വരരുചിയുടെ വിളി കേട്ട് പഞ്ചമി വിറവുണ്ടു. അവൾ മെല്ലെ എണീറ്റു. ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒതുക്കി നിർത്തിയിരുന്ന പഞ്ചമിയുടെ ദുഃഖസാഗരത്തിൽ ഒരു പുഴ കൂടി ഒഴുകിയെത്തി. ദൂരചിത്തയായി പഞ്ചമി മെല്ലെ നടന്നു. ഭർത്താവിൻ്റെ പാദങ്ങൾ പിന്തുടർന്നു. ആലസ്യമാർന്ന പത്നിയുടെ പങ്കജവദനം കണ്ട് ഭർത്തൃമാനസം പിടഞ്ഞു. ഭാര്യയ്ക്ക് കുളിക്കാനും വിശ്രമിക്കാനും വരരുചി ഇടം കണ്ടു. കഴിക്കാൻ ആഹാരവും കിടക്കാൻ പുതിയ വിരിപ്പും വരരുചി നൽകി. പഞ്ചമി പരിസരം മറന്ന് ഉറങ്ങി. വനദേവതമാരെ കണ്ടപ്പോൾ വരരുചിയുടെ ദുർബല മാനസം വീണ്ടും ചഞ്ചലമായി. മോഹഭംഗ പരമ്പര തെല്ലൊരാശ്വാസത്തിന് പോലും വകയില്ലാത്ത ചുറ്റുപാട്. ചുറ്റും നിരാശാഗർത്തങ്ങൾ. 1000 പൂജ നടത്തിയാലും പുണ്യം കിട്ടുകയില്ല. എത്ര ദയനീയമായ പതനം! എല്ലാം ചിന്തിച്ചപ്പോൾ തൻ്റെ കാരമുൾ കൂട്ടത്തിൻ്റെ പുറത്തിരിക്കുന്നത് പോലെ ആയിരം പൂജ നടത്തിയാലും പുണ്യം കിട്ടുകയില്ല. 1000 പൂജ നടത്തിയാലും പുണ്യം കിട്ടുകയില്ല. എത്ര ദയനീയമായ പതനം! എല്ലാം ചിന്തിച്ചപ്പോൾ താൻ കാരമുൾ കൂട്ടത്തിൻ്റെ പുറത്തിരിക്കുന്നത് പോലെ വരരുചിക്ക് തോന്നി. പഞ്ചമി ഉണർന്നെങ്കിൽ വരരുചിയുടെ അഭിലാഷം മനസ്സുകൊണ്ടറിഞ്ഞ പഞ്ചമി മെല്ലെ കണ്ണു തുറന്നു നോക്കി. പകലുറക്കത്തിൻ്റെ ലാഘവത്തോടെ മെല്ലെ അവൾ എണീറ്റു. നമുക്ക് പോകാം. വധുവിൻ്റെ കൈക്ക് പിടിച്ച് കല്യാണ മണ്ഡപം വിട്ടിറങ്ങുന്ന നവവരനെ പോലെ പഞ്ചമിയുടെ വലത്തേ കൈ മെല്ലെ പിടിച്ചുകൊണ്ട് വരരുചി മന്ദം മുമ്പോട്ട് നടന്നു. ഈറ്റുനോവ് അറിയാതെ പിറന്നു വീണ കുഞ്ഞിനെ നക്കിത്തുടയ്ക്കുന്ന ഒരു നാടൻ പശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരരുചി പറഞ്ഞു, നോക്കൂ, ഒരമ്മയും കുഞ്ഞും. അവർ പിന്നെയും നടന്നു. പ്രൗഢിയും പ്രതാപവുമുള്ള നായർ തറവാടിത്തത്തിൻ്റെ ദീപ്തശിഖരങ്ങൾ പടർന്നു പന്തലിച്ച കേരളത്തിൽ സമ്പന്നത കളിയാടുന്നുണ്ടായിരുന്നു. അംഗലാവണ്യം കൊണ്ടും ഐശ്വര്യം കൊണ്ടും സംതൃപ്തമായ കുടുംബജീവിതം നയിക്കുന്ന നായർ തറവാടിത്തത്തിൻ്റെ പ്രൗഢമായ മുഖങ്ങൾ അവർക്ക് ദൃഷ്ടിഗോചരമായി. അമ്പലമേട്ടിൽ അർക്കരശ്മി പോലെ പ്രശോഭിതനായ ഒരു കോമള കുമാരൻ്റെ രോദനം കേട്ടു. അമ്പലത്തിൽ നിന്ന് തൊഴുതുമടങ്ങിയ ജഗതവിലാസിനി സഹോദരിമാർ വഴിയമ്പലത്തിൽ എത്തി നോക്കി. കൈകാലുകളിലാക്കി കരയുന്ന ഒരു ചോരക്കുഞ്ഞ്. അവൻ്റെ കണ്ണുകൾ ദീപ്തമായിരുന്നു. ചുണ്ടുകൾ വിമലവും. തനി റോസാപ്പൂ നിറമൊത്ത കവിളിണകൾ, നീണ്ട നാസിക. തുടെ തുടിക്കുന്ന തനിത്തങ്കം പോലുള്ള കോമള ശിശുവിനെ മടിച്ചു നിൽക്കാതെ വിലാസിനി വാരിയെടുത്തു. അതിനിടയിൽ ആരൊക്കെയോ വന്നുകൂടി. ചിന്തിച്ചു നിൽക്കാൻ മിനക്കെടാതെ ആ ശ്രേഷ്ഠനിധിയെ സ്വന്തമാക്കിയ ആർത്തിയോടെ ആ വിലാസലോലകൾ തിരക്ക് പിടിച്ച് തറവാട്ടിലേക്ക് നടന്നു. കൂടെ വന്നവർ വളരെ പിന്നിലായി നിറഞ്ഞപ്പോൾ ആ സഹോദരിമാർ കുഞ്ഞിനെ മാറോടണച്ച് സുഖം പകർന്നു. സുരക്ഷിതമായ കൈകളിലാണ് താൻ എത്തപ്പെട്ടിരിക്കുന്നതെന്നറിഞ്ഞ നവജാത ശിശു പെട്ടെന്ന് കരച്ചിൽ നിർത്തി. അത് കണ്ട് ആ സുന്ദരിമാരുടെ ഉള്ളം കുളിർത്തു. അന്തിയോടവർ വീട്ടിലെത്തി. ഒന്നും ചിന്തിക്കാതെ കണ്ണിൽ കണ്ട കുഞ്ഞിനെ എടുത്ത് വീട്ടിനുള്ളിൽ ഓടിക്കയറിയ തിരണ്ട മാർഗം കുളിച്ചിരിക്കുന്ന പെൺപിള്ളയുടെ ധിക്കാരം മുത്തശ്ശി ആദ്യമൊന്ന് ക്ഷോഭിച്ചു. ദിവ്യലക്ഷണപൂർണനായ ആ പിഞ്ചു കുഞ്ഞിൻ്റെ പരിശുദ്ധ ചേതന മനസ്സിലറിഞ്ഞ കാരണവർ മഹത്തുക്കളാരോ തങ്ങളെ ഏൽപ്പിച്ച കർത്തവ്യം നിറവേറ്റാൻ ബാധ്യസ്ഥനായ മനോഭാവം പ്രകടമാക്കി. പുണ്യതമങ്ങളായ ഏതോ പൂർവ്വകാല നിമിത്തങ്ങൾ തങ്ങളെ കർത്തവ്യനിരതരാക്കിയിരിക്കുകയാണെന്നും കുടുംബനാഥൻ മറ്റുള്ളവർ ധരിപ്പിച്ചു. നാലുകെട്ടും നടപ്പുരയും മണിമാളികയും ഒക്കെയുള്ള പ്രൗഢമായ തറവാടിൻ്റെ പ്രശസ്തിക്കൊത്തവണ്ണം ദുഃഖം എന്തെന്നറിയാതെ ആ പിഞ്ചു കുഞ്ഞ് നിമിഷം തോറും വളർന്നുകൊണ്ടേയിരുന്നു. വടുതല നായർ ജനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു കഥയുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.